ഫ്ലാഷ് ബാക്ക്. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. അതെപ്പോ വാപ്പ അതൊക്കെ ഉണ്ട്. ആണോ? എന്നാ കണ്ടിന്യൂ. സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. അരുൾ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞു അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. മമ്മി സെഞ്ചുറി എടുത്ത് ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നതാണ്. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പറഞ്ഞു. എന്താ പറഞ്ഞേ? അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പൊ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് ആവാഹിച്ചെടുത്തതല്ല. ആരാണ് അയാൾ? അയാൾ ആരാണ്? ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നതാണ്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ടിനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാനായ ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും. അവന് ഭ്രാന്താണെന്ന് തോന്നുന്നത്. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതന്നെ എന്താണ് പുള്ളി പറയുന്നത്? ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ് പിന്നെ എനിക്ക് പ്രേം നസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നാണ് ചിലർ. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുരിപ്പ. ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല. ചവിട്ടി ചുമരുമോ പറ്റിച്ചാൽ മരിച്ചുപോയ ഒരാളാണ്. ഇത്രയും ദൈവം. പിന്നെ അത് ഇത്രയും എങ്ങനെ പറ്റിയൊക്കെ പറയാം. എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. പിന്നെ ആരോ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഫൗണ്ടേഷൻകാര് വിളിച്ചിരുന്നു, അവർ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെ നിന്നോ കോഴിക്കോട് എവിടെ നിന്നൊക്കെ കേസ് വരുന്നുണ്ട്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ.